ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പക്കാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. കുഴപ്പമില്ല. തല്ലാനാണോ സാറേ? തന്നോട് പറഞ്ഞത് കേട്ടാ മതി. ശരി, എനിക്കുള്ളത് ഞാൻ മേടിച്ചോണ്ട് വരാം. അമ്മ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? ഇതിപ്പോ എത്രാമത്തെ തവണയാ? എന്നിട്ട് മനപ്രയാസോ? അങ്ങനൊന്നുമില്ല, എല്ലാം ചിന്തിച്ചല്ലേ പറ്റൂ സുമിത്രേ. മാണിക്കുഞ്ഞു പറഞ്ഞത് സത്യാണോ ആവോ? മാണിക്കുഞ്ഞിന് കൊടുക്കാനുള്ളത് നവീൻ കൊടുത്തോളൂ. അമ്മ സമാധാനായിട്ടിരിക്കും. ഗാഥ കഴിക്കുന്നില്ലേ? അവള് കഴിക്കുന്ന സമയമല്ലോ. ഞാൻ 2-3 തവണ ചെന്ന് വിളിച്ചു, ഫോണില്ല. ഇത്ര നാളും കൃത്യനിഷ്ഠയൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു അവക്ക്. ഇതിപ്പോ അവളുടെ ഡെയിലി റുട്ടീൻ തന്നെ മാറിപ്പോയിരിക്കുന്നു അല്ലേ സിനി? ഏയ് മിസ്റ്റർ പെർഫെക്റ്റ്, ഈ ചോദ്യം റോങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് എന്നോട് ചോദിക്കാനേ പാടില്ലായിരുന്നു. പകരം എനിക്കിഷ്ടപ്പെട്ട നിറം കണ്ടെത്തി എന്നോട് പറയണം. ദാറ്റ് ഐ എക്സ്പെക്ട്. ഇനി ഒരു കാര്യം നമ്മൾ തമ്മിൽ ചോദിക്കില്ല, പക്ഷെ പരസ്പരം കണ്ടെത്തണം. ഒരു ഗെയിം ഓക്കെ ആണോ? ഓക്കെ. അല്ല, ഫ്യൂച്ചറിലും ഇങ്ങനെ ഗെയിം തന്നെയാണോ നമ്മുടെ പരിപാടി? ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയില്ല. എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് ആസ്വദിക്കണം. എവറി സിംഗിൾ മിനിറ്റ് നമ്മൾ ജീവിതം ആസ്വദിക്കണം, ആഘോഷിക്കുകയും ചെയ്യണം. ആ, വിവാഹത്തിന് ശേഷവും ഈ വാക്കുകളൊക്കെ പാലിക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നില്ലേ നീ? ആ ഓക്കെ നവീൻ, ഞാനേ ഡൈനിങ് ടേബിളിലാ. ഓക്കെ, അപ്പൊ നടക്കട്ടെ. വെക്കില്ലേ, ഞാൻ വിളിക്കാം കഴിച്ചു കഴിയുമ്പോ. ഓക്കെ ഓക്കെ. സമയം പാലിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ല. എല്ലാ ചിട്ടകളും നീ മറന്നോ? ഓ സോറി മമ്മി, ഈ നവീനോട് സംസാരിച്ച ചുറ്റുമുള്ളതൊക്കെ മറന്നുവോ? ഞാൻ കൈ കഴുകിട്ട് വരാം. മാഡം, ഇനിയും ആ ശാപത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നവും. മമ്മി കഴിക്കുന്നില്ലേ? സൂക്ഷിക്കണേ മോളെ. മോളെ ആ പെണ്ണിനെ തിരക്കി നടക്കുന്നു എന്ന് അവരറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ നടന്നന്വേഷിക്കുന്നത് അപകടമല്ലേ? തട്ടിച്ചു കൊണ്ടുപോയവർക്ക് എല്ലാം എളുപ്പമാണ് ചേച്ചി. നഷ്ടപ്പെട്ട നമുക്കല്ലേ അതിന്റെ വേദന അറിയൂ. അച്ഛൻ വന്നു. അച്ഛാ പിടിച്ചോ. കൃഷ്ണമോള് പറഞ്ഞ ആ സുന്ദരിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആളിത്തിരി വിടക്കാ. അവളുടെ കെട്ടിയവനില്ലേ, സിറ്റിയിലെ പഴയ ഗുണ്ടയാ. ഇരുമ്പ് സുഖൂന്ന അവന്റെ പേര്. ഇപ്പം വെട്ടും കുത്തുമാറ്റ് പുതിയ പിള്ളേർ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടേ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നെ മൂർഖനാ. ഞാനിപ്പോ കൃഷ്ണമോളോട് പറയായിരുന്നു, ഇനി അവരെ തെരഞ്ഞെടുക്കുന്നത് അപകടമാണ്. മോൾ അവന്റെ പിന്നാലെ നടന്നിട്ട് ആ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. തിരിച്ചു പോവാണെങ്കിൽ തടിയെങ്കിലും കിട്ടും. എനിക്ക് പോകാൻ പറ്റില്ല. തിരിച്ചു വെറും കൈയോടെ ചെന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് എന്ത് പറയാനാ? ചാവാണെങ്കിൽ ചത്തോട്ടെ. തിരിച്ചു പോവാണെങ്കിൽ എനിക്ക് ആ കാശും കൊണ്ട് പോണം. എനിക്ക് എന്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മരിക്കാലോ. കരയല്ലേ ചേച്ചി. മോളെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഭാഗ്യക്കുറി വിൽക്കുമ്പോ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു വാചകമുണ്ട്, ഭാഗ്യം ഏത് വഴിക്കാ വരിക എന്ന്. നമ്മളെ പോലെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ അതല്ലേ മാർഗമുള്ളൂ. ഇതെന്താ സിനി ചേച്ചി സംഭവം? മമ്മിക്ക് എന്താ പറ്റിയേ?
എന്താ മമ്മി സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ട് എന്താ സംസാരിക്കാനുണ്ട്. വാട്ട് ഹാപ്പൻ? മമ്മി ഇത് ഇത്ര സീരിയസ് ആയിട്ട്? മമ്മിക്ക് മാഡത്തോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മിക്ക് മോള് മാത്രമേ ഉള്ളൂ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അതിന് എനിക്ക് ദോഷം വരുന്ന കാര്യം എന്താ? നവീനുമായുള്ള ബന്ധം, കളരിക്കൽ തറവാടുമായുള്ള ബന്ധം. ആ തറവാടിനൊരു ശാപമുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ആ കളരിക്കൽ തറവാട്ടിലെ പൂജാരി നേരിട്ടാ. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നിശ്ചയ ദിവസം പൂജാരിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഇത് നിസാര ശാപം അല്ല മാഡം. കളരിക്കൽ തറവാട്ടിലെ ഒരു മുറിയില് ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശാപത്തിനിരയായ സ്ത്രീകളാ. അവരിത് നമ്മളോട് മറച്ചു വെച്ചു. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പകാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. എന്റെ മമ്മി, ഈ 2025-ലും ഈ സയന്റിഫിക് യുഗത്തിലും ഇത്ര ഒരു മണ്ടത്തരം മമ്മി വിശ്വസിച്ചല്ലോ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഇതാണോ സിത്താര ശ്രീനിവാസ്? മോശം മോശം മോശം. വിശ്വാസങ്ങളെ പരിഹസിക്കരുത് മാഡം. ഓ, അപ്പൊ സിനി ചേച്ചിയാണ് ഇതിന്റെയൊക്കെ കാരണം. കഷ്ടമുണ്ട്. ആ മമ്മി, ഇതുപോലത്തെ ശാപകഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ശാപകഥകൾക്കും മറ്റും ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ബിസിനസ് ചെയ്യാന്നേ. എനിക്കൊരു ശാപവും ഏൽക്കില്ല, എന്നെ ഒരു നാഗവും കുത്തില്ല. ഗുഡ് നൈറ്റ് മമ്മി. സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. അച്ഛാ, ഇത് കണ്ടോ? അച്ഛനോട് ഇത് മാറ്റി വാങ്ങിച്ചു തരാൻ പറഞ്ഞല്ലേ. എന്നെ കുട്ടികളെല്ലാരും കളിയാക്കും. ക്ലാസ്സിൽ എല്ലാവർക്കും പുതിയ ബാഗാ. ഇങ്ങനെയാണെങ്കിൽ ഞാനിനി സ്കൂളിൽ പോവില്ല. തുടങ്ങിയോ അച്ഛനോട് വഴക്ക്? അച്ഛനോട് ഞാനിനി മിണ്ടൂല. അവക്കെന്താ പുതിയ ബാഗ് വാങ്ങിച്ചു കൊടുക്കാത്തെ? വൈകുന്നേരം വരെ ലോട്ടറി വിറ്റ് നടന്നാലേ കയ്യിൽ കിട്ടുന്നത് തുച്ഛാ. എന്റെന്നല്ല, ഭാഗ്യം വിൽക്കാൻ നടക്കുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാ. നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കണ്ടേ? ദുബായ്ക്കാരനല്ലേ. പിന്നെ ഇവിടുത്തെ ചെലവൂടെ നോക്കി വരുമ്പോ കയ്യിലൊന്നും നിക്കില്ല മോളെ. ചേട്ടൻ ലോട്ടറി എടുക്കുന്ന തന്നെ കടമായിട്ടാ. മോളെ, അച്ഛൻ പോട്ടെ, ബാഗ് നമുക്ക് പിന്നെ വാങ്ങാം. ദുബായ് മാമ, ലോട്ടറി വിൽക്കാൻ ഞാനും കൂടെ കൂടട്ടെ?